സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജാണ് എന്നോടൊപ്പം ചേരുന്നത്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇത് അഭിമാനിക്കാം. 4 മണിക്കൂറിനകം ഇത്രയും വലിയൊരു കൊടും ക്രിമിനലിനെ പോലീസ് പിടികൂടിയിരിക്കുന്നു. എന്തായാലും സിറ്റി പോലീസ് കമ്മീഷണർ തന്നെ ഇതേക്കുറിച്ച് നമ്മോട് പറയും. എന്താണ് ഈ ഒരു കാര്യത്തിൽ? ഈ ജയിൽ ചാടിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടിയത് മുതൽ തന്നെ വളരെ വലിയൊരു ജാഗ്രതയോട് കൂടിയിട്ട് ഈ വിഷയത്തിൽ നമ്മൾക്ക് ഇടപെടാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. കണ്ണൂർ സിറ്റിയിലെ പോലീസ് ഉദ്യോഗസ്ഥർ, കണ്ണൂർ ACP പ്രദീപൻ, അതുപോലെ ടൗൺ SHO ശ്രീജിത്ത്, നമ്മുടെ ബാക്കിയുള്ള സ്ക്വാഡിലെയും ഡാൻസാഫിലെയും മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥർ ഇവരെല്ലാം തന്നെ വളരെ അലേർട്ടോടും ജാഗ്രതയോടും കൂടി തന്നെ നമ്മൾക്ക് ഈ പ്രതിയുടെ പിന്നാലെ ഈ പ്രതി പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളെ പറ്റിയിട്ടൊക്കെ മനസ്സിലാക്കാനും അതിനെ പറ്റിയിട്ട് തുടർന്ന് വലിയ രീതിയിലേക്ക് ആൾക്കാരുടെ ഇടയിലേക്ക് കൂടി മീഡിയ വഴിയൊക്കെ നാട്ടുകാർക്കിടയിലേക്കും കൂടി ഇൻഫർമേഷൻ നമുക്ക് എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രതി ഏത് സമയത്താണ് ജയിലിന് പുറത്തേക്ക് വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കുകയും അതിനുശേഷം ഏറ്റവും സാധ്യമായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സെർച്ച് നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. ആ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള എഫേർട്ടിൻ്റെ ഭാഗമായിട്ടാണ് ഈ കഴിഞ്ഞ 3.5 മണിക്കൂർ കൊണ്ട് പ്രതിയെ നമുക്ക് പിടികൂടാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. ഇയാൾ ഏതെങ്കിലും സഹായമൊക്കെ ലഭിച്ചിട്ടുണ്ടോ? അത്തരം കാര്യങ്ങൾ ഇപ്പോൾ പ്രാഥമികമായ ചോദ്യം ചെയ്യൽ കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ എന്തെങ്കിലും അടുത്തത് ഡീറ്റെയിൽ ആയിട്ടുള്ള പരിശോധനയിൽ ഈ ഒരു ഭാഗം കൂടെ പോലീസ് പരിശോധിക്കുകയാണ്. ഏതെങ്കിലും രീതിയിലേക്കുള്ള സഹായങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലേക്ക് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് സഹായമോ ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ കൂടുതൽ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പറയേണ്ടുന്ന കാര്യമാണ്. ബാക്കി പ്രതിയെ സാക്ഷിയുടെ മൊഴി അത് ഏത് രീതിയിൽ സഹായിച്ചു? ബാക്കി ഈ വിഷയത്തിൽ പബ്ലിക് വലിയ രീതിയിലേക്കുള്ള ഒരു അലേർട്ട് ഈ വിഷയത്തിലുണ്ടായിരുന്നു. അവരെ അലേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ കൃത്യമായ രീതിയിൽ ഇൻഫർമേഷൻ കൊടുത്തുകൊണ്ട് പോലീസിന് അലേർട്ട്നെസ് നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ആ സമയങ്ങളിലൊക്കെ നമുക്ക് ലഭിച്ച ഇൻഫർമേഷൻസ് ഒക്കെ പോലീസ് പരിശോധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പരിശോധിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ക്രെഡിബിളായിട്ട് ഇൻഫർമേഷൻ കിട്ടിയതിൻ്റെ ഭാഗമായിട്ടും ആ ഒരു വലിയൊരു ഏരിയയിൽ വളരെ കൃത്യമായ രീതിയിൽ പ്ലാനോട് കൂടി ചെയ്യാൻ പറ്റിയതുകൊണ്ടാണ് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ പ്രതിയെ നമുക്ക് പിടികൂടാൻ വേണ്ടി കഴിഞ്ഞു. ഇത് ഏതെങ്കിലും ആയുധമോ അങ്ങനെ എന്തെങ്കിലും ഇയാൾ കയ്യിൽ നിന്ന് പിടികൂടുന്നു? ഇയാളുടെ വസ്ത്രം എങ്ങനെയാണ് മാറി? അതൊക്കെ കൂടുതലായിട്ട് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് കാണേണ്ടുന്ന കാര്യങ്ങളാണ്. അത് നമുക്ക് പിന്നീട് കയ്യിൽ നിന്ന് എന്തെങ്കിലും കണ്ടെത്തിയിരുന്നു? ഇയാളുടെ കയ്യിൽ നിന്ന് അയാൾ പിടികൂടുന്ന സമയത്ത് അയാളുടെ കയ്യിൽ നിന്ന് കുറച്ച് ചെറിയ ആയുധങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടിയിരുന്നു. അതൊക്കെ പോലീസ് ഈ വിഷയത്തിന്റെ ഭാഗമായിട്ട് കോടതിയിൽ